അർജുൻ, ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. എന്താണ് സമ്മേളന നഗരിയിൽ നിന്നുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ബ്രേക്കിംഗ് വാർത്ത? ഗുഡ് മോർണിംഗ് അരുൺ. അതായത് സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയുടെ മറുപടി പ്രസംഗം തന്നെയാണ് ഈ ബ്രേക്കിംഗ് വാർത്തയായിട്ടുള്ളത്. അതായത് EP ജയരാജനുമായി ബന്ധപ്പെട്ടുകൊണ്ട് EP ജയരാജൻ പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രി മറുപടി നൽകിയിരിക്കുന്നു. ആ മറുപടിയിൽ പറയുന്നത് EP ജയരാജന് ജാഗ്രത കുറവുണ്ടായി, എന്നാൽ നേതാക്കളെല്ലാം ക്രിസ്റ്റൽ ക്ലിയർ എന്നുള്ളതാണ് മുഖ്യമന്ത്രി മറുപടി നൽകുന്നത്. മുഖ്യമന്ത്രിയുടെ ഒരു ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള മറുപടി എന്ന് വേണം നമുക്ക് ഇതിനെ കരുതാൻ വേണ്ടി. അതായത് പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം EP ജയരാജൻ BJP-യിലേക്ക് പോകും എന്ന രീതിയിലുള്ള വലിയ അഭ്യൂഹങ്ങളുണ്ടായിരുന്നു, വലിയ വാർത്തകളുണ്ടായിരുന്നു. പ്രതിപക്ഷം അത് വലിയ രാഷ്ട്രീയ പ്രചരണ ആയുധമാക്കിയിരുന്നു. അത്തരത്തിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ച ജില്ലാ സമ്മേളനത്തിൻ്റെ പൊതുചർച്ചയുടെ ഭാഗമായി ഉയർന്നു വന്നിരുന്നു. വലിയ രീതിയിലുള്ള, അതായത് EP ജയരാജനെ കടന്നാക്രമിച്ചുകൊണ്ടുള്ള വിമർശനങ്ങൾ ഉണ്ടായിട്ടില്ല എങ്കിൽ കൂടി ആ വിഷയം സമ്മേളനത്തിൽ ചർച്ചയായിരുന്നു. അപ്പോൾ ആ ചർച്ചയ്ക്കാണ് മുഖ്യമന്ത്രി മറുപടി നൽകിയിരിക്കുന്നത്. ഉപയോഗിച്ച വാക്കാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. നേതാക്കളെല്ലാം വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണ് എന്നുള്ളതാണ് മുഖ്യമന്ത്രി മറുപടി പ്രസംഗത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ഈ വാക്ക് ഇതിനു മുമ്പ് നമ്മൾ കേട്ടിട്ടുള്ളത് പാലക്കാട് തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലാണ്. സന്ദീപ് വാര്യർ CPM-ലേക്ക് വരുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ പ്രചരിച്ച ഘട്ടത്തിലാണ് AK ബാലൻ സന്ദീപ് വാര്യർ ഒരു ക്രിസ്റ്റൽ ക്ലിയർ കോമ്രേഡായി മാറും എന്ന രീതിയിലുള്ള ഒരു പ്രതികരണം നടത്തിയത്. ആ വാക്ക് ക്രിസ്റ്റൽ ക്ലിയർ എന്നുള്ള വാക്ക് ഉദ്ധരിച്ചുകൊണ്ടാണ് EP ജയരാജൻ പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രി മറുപടി നൽകിയിരിക്കുന്നത്. EP ജയരാജന് ജാഗ്രത കുറവുണ്ടായി എന്ന കാര്യം സൂചിപ്പിക്കുമ്പോൾ തന്നെയാണ് നേതാക്കളെല്ലാം തന്നെ, അതായത് CPM-ലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള നേതാക്കളാണ്. അവർ ഏതെങ്കിലും ഘട്ടത്തിൽ മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ചേരുന്നോ അല്ലെങ്കിൽ അത്തരമൊരു രാഷ്ട്രീയ നേതാക്കളുമായി ഒരു കൂടിക്കാഴ്ച നടത്തുകയോ അല്ലെങ്കിൽ സന്ധി ചെയ്യുകയോ സ്വീകരിക്കുന്ന നിലപാടുണ്ടാവില്ല എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ക്രിസ്റ്റൽ ക്ലിയർ എന്നുള്ള വാക്ക് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്. എന്തായാലും EP ജയരാജൻ്റെ സംരക്ഷണ കവചമൊരുക്കി തന്നെയാണ് മുഖ്യമന്ത്രി മറുപടി നൽകിയിരിക്കുന്നത്. വലിയ രീതിയിൽ EP ജയരാജനെ വിമർശിച്ചുകൊണ്ടോ EP ജയരാജനെ കടന്നാക്രമിച്ചുകൊണ്ടോ മുഖ്യമന്ത്രി മറുപടി നൽകിയിട്ടില്ല. പക്ഷേ ജാഗ്രത കുറവുണ്ടായി എന്നുള്ള കാര്യം അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അത് നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തന്നെ ഈ കാര്യങ്ങൾ EP ജയരാജൻ തുറന്ന് സമ്മതിച്ച ഘട്ടത്തിൽ തന്നെ ശിവനോടൊപ്പം പാപി ചേർന്നാൽ പാപിയും ശിവൻ ചേർന്നാൽ ശിവനും പാപിയായി മാറിടും എന്ന രീതിയിലുള്ള പ്രതികരണമൊക്കെ നടത്തിയിരുന്നു. അപ്പോൾ ആ രീതിയിൽ ഉള്ള വിമർശനമൊന്നും സമ്മേളനത്തിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ കൂടി ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള നേതാക്കളാണ് CPM-ൽ ഉള്ളത് എന്നുള്ള മറുപടിയാണ് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നത്.